ലക്ഷങ്ങൾ മുടക്കിയിട്ട് സൗദിയിൽ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരോട് ലക്ഷങ്ങൾ കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ മരിച്ചു പോയാൽ ജീവിതവും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പ്രവാസി ഭാര്യമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. എന്നാലും നമ്മൾ മാക്സിമം ഒപ്പര ജീവിക്കാൻ നോക്കുക. ഇത് രണ്ട് ദിശകളിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മളെപ്പോഴാണ് മരിച്ചു പോകാന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ ഉള്ള സമയം കുറച്ചാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റിയാദിൽ നിന്ന് ഞാൻ നേരെ ദുബായ് എയർപോർട്ടിലേക്കാണ് കേട്ടോ എത്തിയത്. എനിക്ക് കണക്ഷനാണ്. ദുബായ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഞാൻ ദുബായ് ഒരു എയർപോർട്ടിൽ നിന്ന് വേറെ ടെർമിനൽ 2ലേക്ക് അങ്ങാൻ പോകേണ്ടിയിരുന്നു. അപ്പോൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ദുബായിൽ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഇവിടം വരെ എത്തിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ എയർപോർട്ടിനുള്ളിൽ എത്തി. മോനെ ഉറക്കിയതാ. ഞാൻ ഇവിടെ ഷാളൊക്കെ വിരിച്ച് ഇരുട്ടാക്കിയിട്ടാണ് കേട്ടോ മോനെ ഉറക്കണത്. പിന്നെ എനിക്ക് അൽബൈക്ക് വാങ്ങി തന്നിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് 4-5 മണിക്കൂർ ഉണ്ടായിരുന്നു വെയിറ്റിംഗ്. അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരാം. ടാറ്റാ.